അക്ഷരാർത്ഥത്തിൽ യുദ്ധത്തിന്റെ മുഖം മാറിയിരിക്കുകയാണ്. ഒരിക്കൽ സൈനിക ശക്തിയുടെ പ്രതീകങ്ങളായി കണക്കാക്കിയിരുന്ന ടാങ്കുകളും യുദ്ധവിമാനങ്ങളും ഇന്ന് ഒരു ചെറു ഡ്രോണിന്റെ മുന്നിൽ പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്കാണ് ലോകമെത്തിയത്. യുദ്ധഭൂമിയിൽ കിലോമീറ്ററുകൾ അകലെയിരുന്ന് ഒരു സ്ക്രീനിലേക്ക് നോക്കി റിമോട്ട് നിയന്ത്രിക്കുന്ന സൈനികൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ശത്രുവിന്റെ കോടികൾ വിലമതിക്കുന്ന യുദ്ധവാഹനം തകർക്കുന്ന കാഴ്ചകൾ യുക്രൈൻ യുദ്ധം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. പ്രത്യേകിച്ച് ഫസ്റ്റ് പേഴ്സൺ വ്യൂ അഥവാ FPV ഡ്രോണുകൾ സൃഷ്ടിച്ച നാശനഷ്ടങ്ങൾ ആധുനിക യുദ്ധതന്ത്രങ്ങളെ തന്നെ പുനർനിർവചിക്കാൻ കാരണമായി. വീഡിയോ ഗെയിം കളിക്കുന്നതുപോലെ ഹെഡ്സെറ്റ് ധരിച്ച് ഡ്രോൺ നിയന്ത്രിക്കുന്ന ഓപ്പറേറ്റർ തന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ലക്ഷ്യത്തിലേക്ക് പാഞ്ഞുചെല്ലുന്ന സ്ഫോടകവാഹക ഡ്രോണിന്റെ ദൃശ്യങ്ങൾ കാണുന്നു. ആ നിമിഷം മുതൽ യുദ്ധമിനി വെറും ആയുധങ്ങളുടെ ഏറ്റുമുട്ടൽ മാത്രമല്ല, മറിച്ച് സാങ്കേതികവിദ്യയുടെ നാഡിയിലേക്ക് കടന്ന യുദ്ധമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. യുക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ആയുധങ്ങളിൽ ഒന്നായി FPV കാമിക്കേസ് ഡ്രോണുകൾ മാറി. ചെലവ് വളരെ കുറഞ്ഞ ഈ ഡ്രോണുകൾ കൃത്യമായ ആക്രമണശേഷി കാരണം വലിയ സൈനിക ശക്തികൾക്ക് പോലും ഭീഷണിയായി. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ടാങ്കുകൾ പോലും ഏതാനും $100 വില വരുന്ന ഡ്രോണുകൾ കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ നിരന്തരം പുറത്തുവന്നു. അതോടെ ലോക സൈനിക ശക്തികൾക്ക് വ്യക്തമായി, ഭാവിയിലെ യുദ്ധങ്ങളിൽ വിജയിക്കുക വലിയ ആയുധശേഖരം മാത്രം കൊണ്ടാകില്ല, മറിച്ച് ചെറുതും ചുരുങ്ങിയ ചെലവിലുള്ളതുമായ സാങ്കേതികവിദ്യകളെ എങ്ങനെ നേരിടുന്നു എന്നതിലായിരിക്കും എല്ലാം ആശ്രയിക്കുക. ഈ സാഹചര്യത്തിലാണ് റോസ്ടെക് പുതിയ കൗണ്ടർ ഡ്രോൺ സാങ്കേതികവിദ്യയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ പ്രതിരോധ ടെക്നോളജി ഭീമം വികസിപ്പിച്ച SERP FPV സംവിധാനം യുദ്ധഭൂമിയിലെ ഡ്രോൺ ഭീഷണിയെ ചെറുക്കാനുള്ള പുതിയ തലമുറ ഇലക്ട്രോണിക് ആയുധമായി വിശേഷിപ്പിക്കപ്പെടുന്നു. റോസ്ടെക്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റോസ് ഇലക്ട്രോണിക്സാണ് ഈ സിസ്റ്റം വികസിപ്പിച്ചത്. ലക്ഷ്യം വളരെ വ്യക്തം: ടാങ്കുകൾക്കും സൈനിക വാഹനങ്ങൾക്കും ചുറ്റും ഒരു ഡിജിറ്റൽ മതിൽ തീർക്കുക. അതായത് ഡ്രോണുകൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപേ അവയുടെ കണ്ണും കാതും മുറിച്ചുമാറ്റുക. ഈ സംവിധാനത്തിന്റെ ഹൃദയം അതിന്റെ ഇലക്ട്രോണിക് യുദ്ധശേഷിയിലാണ്. FPV ഡ്രോണുകൾ പ്രവർത്തിക്കുന്നത് റേഡിയോ ഫ്രീക്വൻസികളുടെയും കൺട്രോൾ സിഗ്നലുകളുടെയും സഹായത്തോടെയാണ്. ഡ്രോൺ ഓപ്പറേറ്റർ നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം ഈ സിഗ്നലുകൾ വഴിയാണ് ഡ്രോണിലെത്തുന്നത്. SERP FPV ചെയ്യുന്നത് ആ ബന്ധം തകർക്കുകയാണ്. ശക്തമായ ജാമിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഡ്രോണിന്റെ കൺട്രോൾ സിഗ്നൽ അടിച്ചമർത്തുമ്പോൾ ഡ്രോൺ വഴിതെറ്റുകയോ നിയന്ത്രണം നഷ്ടപ്പെടുത്തി തകർന്നു വീഴുകയോ ചെയ്യുന്നു. ഇതോടെ ടാങ്കുകളിലേക്കോ വാഹനങ്ങളിലേക്കോ നേരിട്ട് ഇടിച്ചുകയറാൻ ശ്രമിക്കുന്ന കാമിക്കേസ് ഡ്രോണുകൾ ലക്ഷ്യത്തിലെത്തുന്നതിനു മുൻപേ പ്രവർത്തനരഹിതമാകുന്നു. സാധാരണ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ പലപ്പോഴും ഒരു ദിശയിൽ നിന്നുള്ള കുറച്ചു ഡ്രോണുകളെ മാത്രം തടയാൻ കഴിയുന്നവയാണ്. എന്നാൽ SERP FPVയെ വേറിട്ടതാക്കുന്നത് അതിന്റെ ഇരട്ട പ്രവർത്തന രീതിയാണ്. ഒരൊറ്റ ഡ്രോണിനെ നിർവീര്യമാക്കാൻ ഡയറക്ഷണൽ ജാമിംഗ് ഉപയോഗിക്കാം. ഒരു പ്രത്യേക ദിശയിലേക്ക് കേന്ദ്രീകൃത ഇലക്ട്രോണിക് തടസ്സം സൃഷ്ടിച്ച് ഡ്രോണിന്റെ നിയന്ത്രണം വിച്ഛേദിക്കുകയാണ് ഇതിന്റെ രീതി. എന്നാൽ ഇന്ന് യുദ്ധഭൂമിയിൽ ഏറ്റവും വലിയ ഭീഷണി ഡ്രോൺ സ്വാം ആക്രമണങ്ങളാണ്. ഒരേ സമയം വിവിധ ദിശകളിൽ നിന്ന് ഡസൻ കണക്കിന് ഡ്രോണുകൾ ലക്ഷ്യത്തിലേക്ക് പാഞ്ഞടുക്കുന്ന രീതി. അത്തരം സാഹചര്യങ്ങളിൽ SERP FPV ഓംനി ഡയറക്ഷണൽ ജാമിംഗ് ഉപയോഗിച്ച് മുഴുവൻ പ്രദേശത്തും ഇലക്ട്രോണിക് ഇടപെടൽ സൃഷ്ടിക്കും. അതായത് ടാങ്കിനോ സൈനിക വാഹനത്തിനോ ചുറ്റും ഒരു അദൃശ്യ പ്രതിരോധ കവചം തീർക്കുന്നതുപോലെയാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. എന്നാൽ യുദ്ധഭൂമിയിൽ ഈ പോരാട്ടം അത്ര എളുപ്പമല്ല. ഡ്രോൺ ഓപ്പറേറ്റർമാരും നിരന്തരം പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നുണ്ട്. സാധാരണ സൈനിക ഫ്രീക്വൻസികൾ ഒഴിവാക്കി അപൂർവമായ അല്ലെങ്കിൽ നിലവാരമില്ലാത്ത റേഡിയോ ആവൃത്തികളിൽ ഡ്രോണുകൾ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് പലരും മാറിയിരിക്കുകയാണ്. ഇതിലൂടെ ജാമിംഗ് സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമം. പക്ഷേ വെക്ടർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധയായ നട്ടാലിയ കോട്ലിയാർ പറയുന്നതനുസരിച്ച് SERP സിസ്റ്റങ്ങൾക്ക് അവരുടെ പ്രവർത്തന പരിധിയിൽ വരുന്ന ഏത് സിഗ്നലിനെയും അടിച്ചമർത്താൻ കഴിയും. അതായത് ഡ്രോൺ ഓപ്പറേറ്റർമാർ ഫ്രീക്വൻസി മാറ്റിയാലും അവർ പൂർണ്ണമായും സുരക്ഷിതരാകില്ലെന്ന സന്ദേശമാണ് റഷ്യ നൽകുന്നത്. ഈ സാങ്കേതികവിദ്യയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ യുക്രൈൻ യുദ്ധത്തിലെ അനുഭവങ്ങൾ മാത്രം മതി. ഒരിക്കൽ യുദ്ധത്തിന്റെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ടാങ്കുകൾ ഇന്ന് ഡ്രോണുകളുടെ മുന്നിൽ അത്രയും ദുർബലമായി മാറിയിരിക്കുകയാണ്. നിരവധി റഷ്യൻ യുക്രൈൻ ടാങ്കുകൾ ചെറു FPV ഡ്രോണുകൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ടതോടെ ലോക സൈനിക വിദഗ്ധർ യാഥാർത്ഥ്യം അംഗീകരിച്ചു. ഭാവിയിലെ യുദ്ധങ്ങളിൽ വെറും സ്റ്റീൽ കവചങ്ങൾ മാത്രം മതിയാകില്ല, ഡിജിറ്റൽ കവചങ്ങളും ആവശ്യമാണ്. അതുകൊണ്ടാണ് റഷ്യ, അമേരിക്ക, ചൈന, ഇസ്രയേൽ തുടങ്ങിയ പ്രധാന സൈനിക ശക്തികളെല്ലാം ഇപ്പോൾ കൗണ്ടർ ഡ്രോൺ സാങ്കേതികവിദ്യകളിൽ വൻ നിക്ഷേപങ്ങൾ നടത്തുന്നത്. ഇന്ന് യുദ്ധം നടക്കുന്നത് വെറും ഭൂമിയിലും ആകാശത്തുമല്ല,
മറിച്ച് അദൃശ്യമായ ഇലക്ട്രോണിക് സ്പെക്ട്രത്തിനുള്ളിലാണ്. ആരാണ് ശത്രുവിന്റെ സിഗ്നലുകൾ മുറിക്കുന്നത്, ആരാണ് ഡ്രോണുകളെ അന്ധരാക്കുന്നത്, ആരാണ് കമ്മ്യൂണിക്കേഷൻ നിയന്ത്രിക്കുന്നത് എന്നതാണ് ഇപ്പോൾ വിജയത്തെ നിർണയിക്കുന്നത്. അതുകൊണ്ടുതന്നെ SERP FPV പോലുള്ള സംവിധാനങ്ങൾ വെറും പ്രതിരോധ ഉപകരണങ്ങൾ മാത്രമല്ല, ഭാവിയിലെ യുദ്ധഭൂമിയുടെ രൂപം തന്നെ മാറ്റാൻ പോകുന്ന സാങ്കേതികവിദ്യകളാണ്. നാളെയുടെ യുദ്ധത്തിൽ വെടിയൊച്ചകളേക്കാൾ കൂടുതൽ കേൾക്കപ്പെടുക സിഗ്നലുകളുടെ അദൃശ്യ പോരാട്ടമായിരിക്കുമെന്നതിനുള്ള ഏറ്റവും പുതിയ തെളിവാണ് റോസ്റ്റെക്കിന്റെ ഈ പുതിയ നീക്കം.